കുറേ കാലമായല്ല ഇങ്ങനെ ഇരുന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് മെയിലും കമൻറ്റൊക്കെ വരാറുണ്ട്. MSc നഴ്സിംഗ് BSc നഴ്സിംഗ് ഡിഫറൻസ് ഒന്ന് പറയോ ചേച്ചി, ഞാൻ കുറേ ദിവസമായി മെസ്സേജ് അയക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ കൂടി ഇങ്ങനെ കമൻറ്റൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് BSc നഴ്സിംഗ് MSc നഴ്സിംഗ് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. ആദ്യമായിട്ട് ഞാൻ കോഴ്സിനെ പറ്റി പറയാം. BSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 വർഷം ഡിഗ്രി കോഴ്സാണ് അല്ലേ. അപ്പം 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് ചിലപ്പോൾ പറയുന്ന കോളേജുകളുണ്ട്. അപ്പം നിങ്ങൾ ചേരാൻ പോകുമ്പോൾ തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് 4 ഇയർ പ്ലസ് ഇന്റേൺഷിപ്പ് ആണോ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. MSc നഴ്സിംഗ് എന്ന് പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ആണ്. സോ ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് 2 വർഷത്തെ കോഴ്സാണ്. അതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ചില ഹോസ്പിറ്റലിൽ ചില കോളേജുകൾ ചിലപ്പം ഈ ഒരു ബോണ്ടാണല്ലോ ഇത് 2 വർഷത്തെ, അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഗവൺമെന്റ് കോളേജിലൊക്കെ 1 വർഷം ഇന്റേൺഷിപ്പ് പറയാറൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് കോഴ്സിന്റെ ഒരു കിടപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് BSc നഴ്സിംഗ് 4 ഇയർ കോഴ്സ് പ്ലസ് ഇന്റേൺഷിപ്പ് വരാതിരിക്കാം. ആൻഡ് MSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ 2 ഇയർ കോഴ്സാണ് പ്ലസ് ഇന്റേൺഷിപ്പ് വരാതിരിക്കും. MSc നഴ്സിംഗിൽ എന്താണ് പഠിക്കാനുള്ളത് എന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ സ്പെഷ്യലൈസ് ചെയ്യുന്നത് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മൾ BSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പീഡിയാട്രി, സൈക്യാട്രി, പിന്നെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, അങ്ങനെ ഓരോ സബ്ജക്റ്റായിട്ട് നമുക്ക് എല്ലാം പഠിക്കാനുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഒന്ന് നോക്കിയിട്ട് നമുക്ക് MSc നഴ്സിംഗിൽ വന്നിട്ട് അതിനെ മെയിൻ സബ്ജക്റ്റായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് കൊണ്ടുപോകാം. എന്ന് വെച്ചാൽ നമുക്ക് MSc നഴ്സിംഗിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു സബ്ജക്റ്റിലായിരിക്കും കൂടുതൽ നമുക്ക് തിയറി അതുപോലെ പ്രാക്ടിക്കലും ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പം ഗവൺമെന്റിലാണെങ്കിൽ അങ്ങനെ എൻട്രൻസ് എഴുതി നോക്കാം. എന്നിട്ട് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കോളേജിൽ നമ്മൾ പോയി ചേരാം. ആ ഒരു കോഴ്സ് ആ ഒരു സബ്ജക്റ്റ് മാത്രം സ്പെഷ്യലൈസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചൈൽഡ് ഹെൽത്ത് ആണ്, പീഡിയാട്രി ആണ് കുറച്ചും കൂടി ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഓപ്ഷൻ വയ്ക്കുക, നിങ്ങൾ അത് പഠിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇപ്പം സൈക്യാട്രി ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. മെഡിക്കൽ സർജിക്കൽ കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ ഇപ്പം കുറച്ച് ഫീസ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. ഒരു എന്തായാലും പെർ ഇയർ പ്രൈവറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എബവ് ഒരു 70,000 ആണ്. 1 ലാഖിനടുത്ത് എന്തായാലും ഇപ്പം നമ്മളിപ്പോൾ പുസ്തകം യൂണിഫോം ഒക്കെ വെച്ചിട്ട് 1 ലാഖിനടുത്ത് വരും. അതിനിപ്പോൾ ഹോസ്റ്റലൊക്കെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലാഖിന് മേലെ എന്തായാലും പ്രൈവറ്റിൽ ഫീ വരുന്നുണ്ട്. പിന്നെ ഗവൺമെന്റിൽ ചെറിയൊരു ഫീസ് വരും. പിന്നെ MSc നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിലും ഗവൺമെന്റിൽ ഒരു 30,000 എബവ് നമുക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആയിട്ട് എന്തായാലും ഫീസ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെയാണ് അതിന്റെ ഫീസിന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ BSc നഴ്സിംഗിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരാന്നൊക്കെ പറയില്ല, എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഒരു 3-4 വർഷം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പ്ലസ് ജനറൽ നഴ്സിംഗും BSc നഴ്സിംഗും തമ്മിലുള്ള ഡിഫറൻസ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചവരോട് പറയാനുള്ളത്, അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുതരാം. നിങ്ങൾ അത് വാച്ച് ചെയ്തോളൂ കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് യൂണിഫോമിന്റെ കാര്യമാണ്. MSc നഴ്സിംഗിന്റെ യൂണിഫോം എന്ന് പറയുന്നത് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് പിസ്ത ഗ്രീൻ ആണ്. അപ്പോൾ പിസ്ത ഗ്രീൻ എന്ന് പറയുമ്പോൾ ചിലർക്ക് എന്നുള്ളൊരു ഇത് വരും കേട്ടോ. പക്ഷെ പിസ്ത ഗ്രീൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ല, ഇതും ഒരു പിസ്ത ഗ്രീൻ അല്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു വെറൈറ്റി ചൂസ് ചെയ്യാന്നുള്ളതാണ്. പിസ്ത ഗ്രീൻ ആയിരിക്കണം കളർ. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നൊരു നല്ലൊരു നമുക്ക് പറ്റുന്ന കളർ നമ്മൾ ചൂസ് ചെയ്യാം. അപ്പോൾ BSc നഴ്സിംഗിനാണെന്നുണ്ടെങ്കിൽ ബ്ലൂ അല്ലേ കളറ്, അപ്പോൾ MSc നഴ്സിംഗിന് പിസ്ത ഗ്രീൻ ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡ്യൂട്ടി ടൈം ആണ്. ഡ്യൂട്ടി ടൈം MSc നഴ്സിംഗിന് ഗവൺമെന്റിലാണെന്നുണ്ടെങ്കിൽ 7:30 AM to 7:30 PM ആണ് ഡ്യൂട്ടി ടൈം. അതായത് 7:30 AM മുതൽ 1 PM വരെ നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് വരും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഒരു 5 മണി വരെ ക്ലാസ് ആണ്. അത് കഴിഞ്ഞ് രാത്രി 7:30 PM വരെ എഗെയിൻ നമുക്ക് ഡ്യൂട്ടിയാണ്. അതാണ് ഡ്യൂട്ടി ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇതുവരെ ഇതിൽ മാറ്റമൊന്നുമില്ല, ഇനി മാറ്റം വന്നുകൂടെയില്ല. നഴ്സിംഗിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ 4th ഇയർ വരെയുള്ള എല്ലാ സബ്ജക്റ്റും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. MSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ നഴ്സിംഗ് റിസർച്ച് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ ANP അഡ്വാൻസ്ഡ് നഴ്സിംഗ് പ്രാക്ടീസ് ഒരു സബ്ജക്റ്റാണ്. പിന്നെ നമ്മളെ സ്പെഷ്യലൈസേഷൻ അതിപ്പോൾ ഏതാണ്, OBG ആണെങ്കിൽ അത്, പീഡിയാട്രി ആണെന്നുണ്ടെങ്കിൽ അത്, സൈക്യാട്രി ആണെന്നുണ്ടെങ്കിൽ അത്, ആ ഒരു സ്പെഷ്യലൈസിങ് സബ്ജക്റ്റ് വരും. പിന്നെ നമുക്ക് നഴ്സിംഗ് എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള സബ്ജക്റ്റാണ് ഫസ്റ്റ് ഇയർ MSc നഴ്സിംഗ് വരുന്നത്. സെക്കൻഡ് ഇയറിൽ നമുക്ക് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനും പിന്നെ നമ്മളെ സ്പെഷ്യാലിറ്റിയും മാത്രമായിരിക്കും. BSc നഴ്സിംഗ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, അത് കണ്ടാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട്. പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു MSc നഴ്സിംഗിന് ക്ലിനിക്കിൽ പോയിട്ട്, അതായത് പോസ്റ്റിങ്ങിന് ഹോസ്പിറ്റലിൽ പോയിട്ട് ജോലിയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന്. അതെന്തൊരു ചോദ്യമാണോ? നഴ്സിംഗ് ആകുമ്പോൾ നമ്മൾ എന്തായാലും ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുട്ടി ഇങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ OBG എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലേബർ റൂം പിന്നെ ഗൈനക്കോളജി അങ്ങനെയുള്ള വാർഡുകൾ മാത്രം നിന്നാൽ പോരെ. അല്ലെങ്കിൽ പീഡിയാട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചൈൽഡ് ഹെൽത്ത് മാത്രം നോക്കിയിട്ട് നടന്നാൽ പോരെ. അതാണ് ചോദിച്ചേക്കുന്നത്. ആക്ച്വലി ഫസ്റ്റ് ഇയർ MSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ANP അഡ്വാൻസ്ഡ് നഴ്സിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് ഒരു
3 month 4 month നമുക്ക് എന്താ എല്ലാ വാർഡിലും എല്ലാ ICUലും നമുക്ക് പോസ്റ്റിംഗ് വരും. അപ്പൊ നമുക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് അവർ സ്പെഷ്യാലിറ്റി ആണ്, നമുക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. അത് സ്പെഷ്യാലിറ്റി കൂടാതെ തന്നെ എല്ലാ ഏരിയയിലും നമ്മളൊന്ന് ടച്ച് ചെയ്ത് വരേണ്ടി വരും. കാരണം ഇത് അഡ്വാൻസ്ഡ് നഴ്സിംഗ് പ്രാക്ടീസ് ആണ്, പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ വാർഡിലൊക്കെ പോസ്റ്റിംഗ് വരും. പിന്നെ നമുക്ക് അങ്ങോട്ട് നമ്മളെ സ്പെഷ്യാലിറ്റി തുടങ്ങിക്കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഏരിയയിൽ മാത്രം നിന്നാൽ മതിയാവും. ഇപ്പോൾ സൈക്യാട്രിക്കാരാണെങ്കിൽ സൈക്യാട്രി വാർഡ്, പീഡിയാട്രിക്കാരാണെങ്കിൽ പീഡിയാട്രിക് വാർഡ്, ന്യൂ ബോൺ ICU അങ്ങനെയുള്ള ഏരിയയിൽ മാത്രം നമുക്ക് നിന്നാൽ മതിയാവും. ആ കുട്ടി ആ ഒരു ഏതാണെന്ന് എനിക്കറിയില്ല, ആ കുട്ടി ആ ഒരു സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയർ നമുക്ക് എല്ലാ ഏരിയയിലും നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവും, ഡ്യൂട്ടി ഉണ്ടാവും. പ്ലസ് എന്താ നമുക്ക് എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്പെഷ്യാലിറ്റിയിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകാൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ പ്രൈവറ്റിലാണോ ഇത് ഗവൺമെന്റിലാണോ MSc എടുക്കുന്നത് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള നല്ലതും ചീത്തയുണ്ട് എന്ന് പറയുന്ന പോലെ ഇപ്പം ഗവൺമെന്റിലാകുമ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ടാവും. അതൊരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പൈസ വല്ലതും കിട്ടുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റിൽ പഠിക്കുമ്പോൾ നമുക്ക് എന്തായാലും സ്റ്റൈപ്പൻഡ് ഉണ്ട്. സ്റ്റൈപ്പൻഡ് പ്ലസ് സ്റ്റഡി ആണ് കേട്ടോ, ഡ്യൂട്ടി പ്ലസ് സ്റ്റഡി അങ്ങനെയുള്ളൊരു ഇതാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഡ്യൂട്ടി വരുന്നുണ്ട്, പ്ലസ് നമുക്ക് തിയറി വരുന്നുണ്ട്, എല്ലാം കൂടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓവർ സ്ട്രെസ് ആവുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യും നിങ്ങളെ. അതൊക്കെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറി മറിഞ്ഞിരിക്കും കേട്ടോ. അതിലൊന്നും എനിക്കൊന്നും പറയാനില്ല. ഇപ്പം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പഠിക്കുക. ഇപ്പം ഞാൻ മുന്നേ ചെയ്ത വീഡിയോ കണ്ടിട്ട് കുറേ പേര് ഇത് ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ ചേച്ചി പറയുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ട്. BSc നഴ്സിംഗിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇനി ചിലർ പറയുന്നത് അയ്യോ ഇത് ഇത്ര ഉണ്ടോ, നിങ്ങൾ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു രീതിക്ക് ഇരിക്കും കേട്ടോ കാര്യങ്ങൾ. പിന്നെ നഴ്സിംഗിൽ ഉള്ള പോലെ തന്നെ, അതായത് ചില കുട്ടികൾ അയച്ചേക്കുന്ന മെസ്സേജാണ് കേട്ടോ. അപ്പോൾ നഴ്സിംഗിൽ നമുക്ക് ഇത്രയുള്ള കമ്മലിടാൻ പാടില്ല, വള ഇടാൻ പാടില്ല, മോതിരിടാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ MSc നഴ്സിംഗിലോട്ട് വരുമ്പോൾ അത് അങ്ങനെ തന്നെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി MSc നഴ്സിംഗിൽ ഇതുവരേക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു സ്ക്രബൊക്കെ ഇട്ട് അതിൻ്റെ കൂടെയുള്ള ഇത്രയുള്ള കാതിലൊക്കെ ഇട്ടിട്ട് വരുന്ന സമയത്ത് അത് വളരെ മോശമല്ലേ, ബോറല്ലേ കാണാൻ. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. പിന്നെ ചില്ലും എന്നുള്ള പാദസരമൊക്കെ ഇട്ടിട്ട് അങ്ങനെ വരുമ്പം അത് ഭയങ്കര ബോറാണ് കേട്ടോ. എത്ര വളമൊക്കെ ഇട്ടിട്ട് അതൊരു കൊള്ളില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പേഷ്യൻ്റ് കെയർ എടുക്കുമ്പോൾ മാക്സിമം നമുക്ക് ഒന്നും കയ്യിലില്ലാതിരിക്കും, മോതിരമൊക്കെ ഇട്ടിട്ട് അതൊന്നും ഇല്ലാതിരിക്കുന്നതാണ് അതിൻ്റെ ഒരു നല്ല വശം കേട്ടോ. അപ്പം അങ്ങനെ റെസ്ട്രിക്ഷൻസ് കാര്യമായിട്ട് ഇപ്പോൾ കോളേജിൽ എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല ഒന്നും. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണ് പണ്ട് മുതൽക്കേ ഉള്ളൊരു ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് നമ്മളിപ്പോഴും അങ്ങനെ അങ്ങോട്ട് മാറാതെ ഫോളോ ചെയ്യുന്നുണ്ട് ഡ്രസ്സിങ്. അതിപ്പോൾ ചില പിള്ളേർക്ക് ചിലപ്പം നല്ലൊരു എന്താ പറയുക ഇപ്പോൾ ജീനും ക്രോപ്പ് ടോപ്പൊക്കെ ഇട്ട് നടക്കാനായിരിക്കും ഇഷ്ടമുണ്ടാവുക. പക്ഷെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഓക്കെ. പിന്നെ BSc നഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാൻ പോകാൻ പറ്റും. അങ്ങനെ ചോദിച്ചവരോട് BSc നഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറായിട്ട് നമുക്ക് കോളേജിലോ സ്കൂൾ ഓഫ് നഴ്സിംഗിലോ വർക്ക് ചെയ്യാം. പക്ഷേ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ MSc നഴ്സിംഗ് ആഫ്റ്റർ BSc നഴ്സിംഗ് ഇഫ് യു വാണ്ട് ടു ബിക്കം എ ക്ലിനിക്കൽ ലെക്ചറോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ MSc നഴ്സിംഗ്. ബിക്കോസ് നമുക്ക് അതിനാണ് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നമ്മൾ പോണത്. കാരണം നമ്മൾ ഡെസിഗ്നേഷന് ഒരു പ്രോഗ്രസ് വേണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഗോ ഫോർ MSc നഴ്സിംഗ്. പിന്നെ പഠിക്കാൻ എളുപ്പം BSc ആണോ MSc ആണോ എന്ന് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെയാണ് ചോദിക്കാൻ തോന്നുന്നത്. കാരണം നമ്മൾ ഹയർ സ്റ്റഡീസിൽ പോകുന്തോറും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ബാധ്യതകൾ കൂടി വരികയുള്ളൂ, അത് കുറഞ്ഞു വരാനൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുക്കുക. അല്ലാതെ പിന്നെ അതിപ്പോൾ പഠിക്കാൻ എളുപ്പമാണെന്നൊക്കെ പറയാൻ എനിക്ക് എഴുന്നോ അറിഞ്ഞൂടാ കേട്ടോ. അപ്പം അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. എനിക്ക് അത്യാവശ്യം എന്താ പറയുക പഠിക്കാനുണ്ട്, കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാം കൂടെ നമ്മൾ പറഞ്ഞ വീഡിയോ ഒത്തിരി നീണ്ടു പോകും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവരും നല്ലോണം പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, മെയിൽ അയയ്ക്കുക, മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.